ഓല് നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കല് മദീനത്തെ മുനാഫിക്കീങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിവരം അറിഞ്ഞു. അപ്പൊ ഉമർ ഖത്താബ് അബൂ ഹുറൈറന്റെ ഒപ്പം കൂടിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആ ലീസ്റ്റ് ഒന്ന് തരുമോന്ന് ചോദിച്ചു. ആ പേരെഴുതി തരില്ലായിരുന്നു. നബി തങ്ങൾ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു തരണ്ട, ഞാനൊന്ന് നോക്കിയിട്ടാണ് തിരിച്ചു തരാം, തരില്ലായിരുന്നു. എന്നാ ഒരു ചോദ്യത്തിന് ഉത്തരം ചോദിച്ചോ പറയാറുന്നു. ആ ലീസ്റ്റിൽ എന്റെ പേരുണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നു. എന്നാ എനിക്ക് ആ ലീസ്റ്റ് വേണ്ടായിരുന്നു. നമ്മൾ ലീസ്റ്റ് ചോദിക്കുന്നത് വേറെ ആരൊക്കെ പേരുള്ളതെന്ന് അറിയാനല്ലേ. ഉമർ ഖത്താബ് ലീസ്റ്റ് ചോദിച്ചത് മൂപ്പര പേര് അതിലുണ്ടോന്ന് അറിയാൻ. ആരാള്? ഉമറും ഫിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. ഉമർ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. സാലിമിനോടൊക്കെയാണ് ആ വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ എന്താവും അവസ്ഥ? സാലിമി സ്വർഗത്തിലാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തേക്കാരം എന്റെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണല്ലോ അത്. ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞ വർത്താനം സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അതേ വർത്താനം പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖും ഫിൽ ജന്ന, സിദ്ദീഖ് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് നബി ഒരു സംഗന പ്രസംഗിച്ചപ്പോ സ്വർഗാവകാശികളുടെ 120 അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ ഓടിച്ചെന്നിട്ട് തലട്ടോണ്ട് ചോദിച്ചു, നബിയെ അതിലേതെങ്കിലും ഒന്ന് സാധുവായ സിദ്ദീഖിലുണ്ടോ നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖ് ആ 120 നിങ്ങളിലുണ്ട് സിദ്ദീഖ്. സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറന്നു വെച്ച് ഒരേ സമയം മാലാഖമാർ നിന്നുകൊണ്ട് മത്സരിച്ച് മാടി വിളിക്കുന്ന ആളാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പോലെ സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ കയറാൻ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. ഒതുണ്ടാക്കി കയറുമ്പോ ഹൗലുംകാരൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡിൽ നീല നിറത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒതുണ്ടാക്കി കഴിഞ്ഞിട്ട് 2 കൈയും കണ്ണും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് നബി. ചെറിയ ചെറിയ കാര്യം കൊണ്ടാണ് വലിയ ദർജ കിട്ടുക. വലിയ ദർജ കിട്ടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധരാവാറുള്ളത് ചെറിയ ചെറിയ വിഷയങ്ങളിലാണ്, വളരെ ചെറിയ വിഷയങ്ങളിലാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും, ചെറുതിലുള്ള സൂക്ഷിക്കണം. 10,000 ഉറുപ്പ്യ ഒരു കള്ളന്റെ അടുത്ത് കൊടുത്തിട്ട് ഇവിടെ പിടിക്കട്ടെ ഞാൻ മൂത്രയിച്ചു വരാന്ന് പറഞ്ഞാൽ ഓൻ അതിന് കുടിച്ചാണ് നിൽക്കുക. ആ ചങ്ങായി വന്നിട്ട് വേണം അത് കൊടുത്താണ്ട് എവിടേക്കെങ്കിലും പോകാനും കരുതിയിട്ട് 10 പൈസ സൂക്ഷിക്കാനാണ് ഏറ്റവും കൂടുതൽ തക്കുവ ആവശ്യമുള്ളത്. 10,000 രൂപ സൂക്ഷിക്കാനല്ല കൂടുതൽ തക്കുവ വേണ്ടത്. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയാവണം, എന്നാലേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തക്കുവ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോകുന്നത് ചെറിയ കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ ഈമാനുമ തൊട്ട കളിയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുക എന്ന് പറഞ്ഞത് ഈമാനിൽ തൊട്ട കളിയാണ്. അവന് ആഖിബത്ത് നഷ്ടപ്പെടുന്ന, ആഖിബത്ത് ചീത്തയാകുന്ന കാര്യമാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യാറുള്ള ദുആ ബാങ്കിന് ശേഷമുള്ള ദുആയാണ്. കാരണം അത് മുഹമ്മദ് നബിക്ക് നേർക്കുനേരുള്ള ദുആയും ശഫാഅത്ത് നിർബന്ധമാക്കുന്ന ദുആയാണ്. ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫിയത വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദതഹു എന്ന് ഒരാൾ ബാങ്ക് ഇഖാമത്തിന് ശേഷം ദുആ ചെയ്താൽ വജബത് ലഹു ശഫാഅത്തി, അവൻ എന്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന് ഹബീബുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. ഈമാനുമ കണക്ട് ചെയ്ത എല്ലാ കാര്യവും നല്ലോണം ശ്രദ്ധിക്കണം. 90 ചില്ലാനം കാര്യങ്ങൾ ഈമാനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 90 ചില്ലാനം കാര്യങ്ങൾ ഈമാനുമ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ തഫ്സീറില് ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി എണ്ണി 90 വരെ എണ്ണിയിട്ടുണ്ട് ഈമാനുമ കണക്ട് ചെയ്ത കാര്യം. ഈമാൻ 70 ചില്ലാനം ശാഖ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തില് നമുക്കതൊക്കെ നിസ്സാരീകാരം, എല്ലാം നിസ്സാരായിരിക്കും. നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്, സത്താറ് കല്യാണം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇപ്പൊ പോകാതിരിക്കുക എന്നുള്ളതാണ്.
ഇനി ഓനെ കാണേണ്ടതല്ലേ, മോത്തക്ക് നോക്കേണ്ടതല്ലേ? ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കാനുള്ള റബ്ബെ എങ്ങനെയാണ് പോവാതിരിക്കുക എന്ന് നമ്മളാരും ആലോചിക്കില്ല. ഒരു കല്യാണത്തിന് പോകുമ്പോഴുള്ള നീയത്ത് വരെ നമുക്ക് ശരിയല്ല എന്നർത്ഥം. സത്താറിന് കുറ്റം മുടക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുള്ള നമ്മൾ കല്യാണം പറഞ്ഞതാണ്, ഓൻ്റെ മൂത്ത കുട്ടിയുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ഇളയ കുട്ടിയുടെ കല്യാണമാണ്, ഇനി ഓൻ്റെ ഒരു കല്യാണമില്ല, എങ്ങനെ പോവാതിരിക്കുക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോവുകയാണ്. പടച്ചോനെ, ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്താണല്ലോ. പോകാൻ സമയമുണ്ടായിട്ട് ഞാൻ എങ്ങനെ പോകാതിരിക്കും? നിനക്കെന്താ തോന്നാ റബ്ബേ എന്നാലോചിച്ച് ഒരു നിക്കാഹിന്റെ സദസ്സിൽ നമ്മളാരും പോകാറില്ല. കാരണം അത് ഈമാനുമ കണക്റ്റാണ്, നമുക്ക് നിസ്സാരമായിട്ട് തോന്നുള്ളൂ. മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അറദ സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. അങ്ങനെയാണ്. നളാഫത്ത് എന്ന് പറഞ്ഞ വൃത്തി ഈമാനിൽ കണക്റ്റഡ് ആണ്. വൃത്തി ഈമാനുമ കണക്റ്റഡ് ആണ്. ബാത്റൂം കഴുകാൻ മറ്റൊരാളെ കാത്തു നിൽക്കലാണ് പലപ്പോഴും നമ്മുടെ പതിവ്. കാരണം എന്താ? അത് വേറെ ആരും ചെയ്തോട്ടെ, കാരണം ഈമാനുമ കണക്റ്റഡായ വിഷയത്തിൽ നമുക്ക് അത്രേ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിർബന്ധം പിടിച്ച് നമ്മൾ തന്നെ എന്ന് കഴുകണവരാവോ അന്നാണ് നമ്മൾ നല്ല മനുഷ്യന്മാരാകണത്. ഈമാനുമ കണക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യം കാണിക്കണം. അന്നളാഫത്തു മിനൽ ഈമാൻ. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോ, പാത്രം കഴുകുമ്പോ നിയ്യത്ത് വെക്കണം, പടച്ചോനെ ഈമാൻ കൂടുന്ന അമലാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈമാൻ കൂട്ടിത്തരണേ. ചെറിയ ഇബാദത്ത് വലിയ കാര്യം കിട്ടും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോവാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി. ഒരു പെട്ടിക്കട നടത്തിയാൽ, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കണ ചെറിയ ഒരു തട്ടുകട നടത്തിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ പോവാം. എന്താ? അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് പുണ്യനബി. ഗൗസുൽ-ആദമിന്റെ ഉസ്താദ് കച്ചവടക്കാരനായിരുന്നു. ഗൗസുൽ-ആദമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ് അബുൽ വഫ റഹ്മത്തുള്ളാഹി അലൈഹി. എല്ലാ കിതാബുകളിലും അബുൽ വഫയെ കുറിച്ച് ഗൗസുൽ-ആദം പറയാറുണ്ട്. എന്ത് കച്ചവടം? ബത്തക്ക കച്ചവടം ചെയ്യുന്ന ആളാണ്. തണ്ണിമത്തൻ റോഡ് സൈഡിലിരുന്ന് വെള്ളക്കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു അബുൽ വഫ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് സ്വർഗത്ത് പോകാൻ ഒരു കച്ചവടം ഉണ്ടായാൽ മതി. പക്ഷെ എന്ത് വേണം? അത്താജിറു സ്വദൂഖുൽ അമീൻ ആയിരിക്കണം, വിശ്വസ്തനും സത്യസന്ധനും ആയിരിക്കണം. അതിന് നമുക്കൊരു കാര്യം കിട്ടും. വിശ്വസ്തത വേറെയാണ്, സത്യസന്ധത വേറെയാണ്. അല്ലെങ്കിൽ നബി തങ്ങൾ അത് രണ്ടും കൂടിയും പറയാൻ പാടില്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി തങ്ങൾ രണ്ടും രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രവും പോരാ. കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം, സത്യസന്ധതയും വേണം. അപ്പൊ കറക്റ്റായിരിക്കും. നല്ല ഇബാദത്താണ് കച്ചവടം ചെയ്യാന്നുള്ളത്. ഏറ്റവും നല്ലത് ഏതാണോ ഏറ്റവും കേടുവരാൻ അതന്നെ പറ്റും. ഏറ്റവും നല്ലതുകൊണ്ട് വേഗത്തിൽ കേടുവരും ചെയ്യും. മദീന നന്നാവാൻ പറ്റിയ നല്ല സ്ഥലമാണ്. കേടുവരാൻ ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് മദീന. ഏതുകൊണ്ടെല്ലാം നന്നാവുമോ അതുകൊണ്ടെല്ലാം കേടുവരാം. ഖുർആൻ നന്നാവാനുള്ളൊരു സാധനമാണ്. ഖുർആൻ കൊണ്ട് കേടെന്നാലോ നിക്കാരം 3 ഉള്ളൂ എന്ന് കിട്ടും. എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. കേട് ഏറ്റവും നന്നാവാൻ പറ്റുന്ന സാധനം ഉമ്മാനെക്കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. ഉമ്മാനെക്കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. കാരണം ഉമ്മാന്റെ കാലിലോട്ട് സ്വർഗമുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, ഒരു കള്ളുടിയാൻ, ഒരു വ്യഭിചാരി, ഒരു ചീട്ടളിക്കാരൻ, ഒരു പലിശക്കാരൻ, ഓനെ നമ്മൾ കറക്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ എല്ലാ ഫാസിഖും ഫാസിഖായതിന്റെ അടിസ്ഥാന കാരണം ഉമ്മയോട് പിണങ്ങിയതായിരിക്കും. ഇതൊരു സത്യമാണ്. എല്ലാവരും മനസ്സിലായിക്കോളി. കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിന്റെ ഒട്ടുക്കുന്നുള്ള വഴിയിൽ നിന്ന് തെറ്റാതെ പോവില്ല. കാരണം ഉമ്മാന്റെ കാലിന്റെ ഒട്ടുക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിച്ചാൽ ഉമ്മാന്റെ കാലിന്റെ ഒട്ടുക്കുള്ള വഴിയിൽ നിന്ന് അവൻ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങാത്ത ഒരു ഫാസിഖുണ്ടാവില്ല,
ഉമ്മയോട് പിണങ്ങാത്ത ഒരു വ്യഭിചാരിയും ഒരു കൊള്ളക്കാരനും ഒരു തമ്മാടിയും ഉണ്ടായിരിക്കില്ല. ഉമ്മ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. മനുഷ്യൻ നന്നാവാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധയാണ് വേണ്ടത്. വലുത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ധാരാളം ശ്രദ്ധ ഉള്ള. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നതിന്റെ കാരണം വരെ ഉമ്മയോടുള്ള പ്രശ്നമാണ്. നിക്കാഹിന് വന്നിരിക്കുന്ന സദസ്സിൽ പുതിയാപ്ല നഖം മുറിക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട്. നഖം മുറിക്കാൻ ഒരു മനുഷ്യന് സമയം കിട്ടണില്ല, നേരം കിട്ടണില്ല, അതിന് ഒഴിവില്ല, തോന്നണില്ല. അവന്റെ ഉമ്മയും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും, അന്വേഷിച്ച് അറിയാൻ പറ്റും. കാരണം അത് വലിയൊരു പൈശാചികമായ സ്വഭാവമാണ് നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നത്. അത് ഉമ്മയോട് പിണങ്ങിയവനുള്ളതാണ്. അതുകൊണ്ട് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉള്ളവരാവണം. അപ്പോഴേ ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ ലഭ്യമാകുള്ളൂ. പ്രവർത്തനമല്ല, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഇസ്ലാം ഏടിലുണ്ട്, കിതാബിലുണ്ട്, ഹദീസിലുണ്ട്, ആയത്തിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് മറ്റൊരാൾക്ക് കിട്ടും. അല്ലാതെ ഏത് കിതാബിലും ഏത് ഹദീസിലും എവിടെ ഉണ്ടായിട്ടും പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം വേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മളിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഒരു ഗുണമേന്മ ഉയർന്നു വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൗസലാദം ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഇങ്ങനെ അമ്പ്യാക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അമ്പ്യാക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദാനശീലം ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐസ് എന്നും യാക്കൂബ് എന്നും പേരായ 2 മക്കളാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നത്. മൂത്ത മകനായ ഐസ് പ്രവാചകനാവണം എന്ന മഹാനവറുകൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കുറേ കാലം ദുആ ചെയ്തു. ഒരു ദിവസം ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു, യാക്കൂബിനെ നബിയാക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞ സെക്കൻഡ് മുതൽ ദുആ വരെ മാറ്റി. പടച്ചോനെ യാക്കൂബിനെ നബിയാക്കണേ എന്ന് പറഞ്ഞു. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതന്നെയാണ് ഇന്ത്യൻ തീരുമാനം എന്ന് തീരുമാനിക്കുന്നതാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ റിളാ എന്ന് പറയുന്നത്. ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ ഖളാഇൽ അസംതൃപ്തി രേഖപ്പെടുത്തലാണെന്ന് സയ്യിദുനാ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു തന്റെ അവാരിഫുൽ മആരിഫിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാകുന്നു. അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ ഇഷ്ടം തന്നെയാണ് എന്റെയും ഇഷ്ടം എന്ന് തീരുമാനിക്കാൻ ഒരു മനുഷ്യന് പറ്റിയാലേ ഓന് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം സുഖമായിരിക്കും. കാരണം അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എന്റെ തീരുമാനം അത് തന്നെയാണ് എന്നുള്ളിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. സബർ വളരെ പ്രധാനപ്പെട്ടതാണ്.